10 ദിവസത്തെ ചന്ദ്രയാത്ര കഴിഞ്ഞ ഒറയോൺ പേടകം ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ചരിത്രം കുറിച്ച് ആർടെമിസ് 2 സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ചന്ദ്രനെ ചുറ്റിയ പേടകം ഇന്ത്യൻ സമയം പുലർച്ചെ 5:07 ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ചത്. 5:37 സാന്റിയാഗോ തീരത്തോട് ചേർന്ന് ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ നടന്നു. 54 വർഷത്തിന് ശേഷമാണ് മനുഷ്യർ ചന്ദ്രന്റെ മറുപുറം കണ്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ വശം കണ്ടാണ് ഒറിയോൺ പേടകം ചന്ദ്രനെ ചുറ്റി വന്നത്. എക്സൈസ് ഓഫീസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മടവൂർ മാലുവിള പുത്തൻ വീട്ടിൽ അബ്ദുൾ വാഹിദാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മടവൂർ ഭാഗത്ത് നിന്നാണ് മദ്യലഹരിയിലായിരുന്ന പ്രതിയെ എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പ്രതിയെ വർക്കല റേഞ്ച് ഓഫീസിൽ എത്തിക്കുകയായിരുന്നു. 56 വയസ്സുള്ള അബ്ദുൾ വാഹിദ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രിസ്ത്യൻ ക്ഷേമ ബോർഡ് രൂപവത്കരണത്തിന് കേന്ദ്ര നീക്കം. കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ ക്ഷേമ ബോർഡ് രൂപവത്കരിക്കാൻ ഒരുങ്ങുന്ന വാർത്തകൾ പുറത്തുവരുന്നത് ക്രൈസ്തവ സഭകൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. ക്രൈസ്തവരെ സൂക്ഷ്മ ന്യൂനപക്ഷമായി പരിഗണിക്കാനും അവർക്കായി പ്രത്യേക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുമാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇതു സംബന്ധിച്ച് വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് സംഘപരിവാർ ബന്ധമുള്ള NGO വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഇത് റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് വിവരം. BJPക്കെതിരെ പൊട്ടിത്തെറിച്ച് TP സെൻകുമാർ. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും സഭാ വിമർശനങ്ങളെ പിന്തുണച്ച് മുൻ DGPയും BJP അനുഭാവിയുമായ TP സെൻകുമാർ കോർ ഹിന്ദുവിനെ വിട്ട് BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനായി പോയപ്പോൾ തന്നെ താനിതെല്ലാം പറഞ്ഞതാണെന്ന് TP സെൻകുമാർ പ്രതികരിച്ചു. കേരളത്തെപ്പറ്റി ABCD അറിയാത്ത പ്രസിഡന്റും മറുത്തു പറയാത്ത അനുചാരവൃന്ദവും ഇന്ന് കേരളത്തിലെ BJP എവിടെ എത്തിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു. തുടർച്ചയായ 2ാം ദിവസവും പയ്യന്നൂരിൽ അതിക്രമം. കുഞ്ഞികൃഷ്ണൻ അനുകൂലിയായ മാതമംഗലം പേരൂർ സ്വദേശി MK നാരായണന്റെ കാർ കത്തിക്കാൻ ശ്രമിച്ചു. അക്രമികൾ കാറിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കാർ ഭാഗികമായി കത്തി നശിച്ച നിലയിലാണുള്ളത്. അക്രമത്തിന് പിന്നിൽ CPM പ്രവർത്തകർ തന്നെയാണെന്നാണ് ആരോപണം ഉയരുന്നത്. കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് നാരായണൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമായിരുന്നു. ഇതിന്റെ വൈരാഗ്യമാവാം അക്രമത്തിന് പിന്നിലെന്നാണ് നിഗമനം.